റിയ താങ്കളുടെ കല്യാണമാണെന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് പോസ്റ്റുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും വിവാദപരമായുള്ള പോസ്റ്റുകളൊക്കെയാണ് ഇടുന്നത്. ഒരുപാട് പോസ്റ്റുകൾ പറയുന്നുണ്ട്. കാരണം റിയ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ കൂടെ അടുപ്പമുള്ളപ്പോൾ 3 ദിവസം അടുപ്പമുണ്ടായി. അടുപ്പമെന്ന് പറഞ്ഞാൽ ചായ കുടിച്ചൊരു ബന്ധം. അപ്പോൾ അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ അവൾ പല നടന്മാരെ പറ്റിയുള്ള മോശമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും മീഡിയക്ക് മുന്നിൽ പറയാനേ കൊള്ളത്തില്ല. കാരണം അങ്ങനെയുള്ള വ്യക്തികളെ കൂടെ അടുപ്പിക്കാൻ കൊള്ളാത്തതുകൊണ്ടാണ് ഞാൻ അടുപ്പിക്കാഞ്ഞത്. കാര്യം പറയാം. പിന്നീട് പറഞ്ഞത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളോടൊപ്പം റീൽസ് ചെയ്താലേ, കാരണം ഇന്നാളെ നിമിഷക്കൊപ്പം റീൽസ് ചെയ്തപ്പോൾ നിമിഷക്കൊപ്പം പറഞ്ഞില്ല. ഇപ്പോൾ അവള് പറയണത് നീ ഒരു റീൽസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചോദിക്കണത് നീ രാത്രി അവളോടെ ആയിരുന്നു. ശരിയാണത്? അപ്പോൾ എൻ്റെ കൂടെ ആങ്കറായിട്ട് വരുന്ന കുറേ പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ, അവരെ പറ്റി മോശമായിട്ടൊക്കെ എന്നോടൊക്കെ ഈ 1 ടൈം മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ മേച്ചമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഞാനെന്ന് പറഞ്ഞ വ്യക്തി, എനിക്കൊരു സിസ്റ്ററുണ്ട്, അനിയത്തിയുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ സ്റ്റാർ മൈ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാലും നമുക്കൊരു സ്നേഹിക്കാൻ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പിൽ പെട്ടുപോകും. കാരണം എനിക്ക് ഈ റിയ എന്ന് പറയുന്ന വ്യക്തിയല്ല പെണ്ണായിട്ടുള്ള ആദ്യത്തെ വിഷയം ഉണ്ടായത്. കാരണം മീഡിയ സ്ട്രീമിൽ ആദ്യമായിട്ട് ഉള്ള വിഷയങ്ങളാണ്. കാരണം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം പണം. കാരണം അവള് എനിക്കൊരു 4000 രൂപ തന്നിട്ടുണ്ട്. 4000 എന്ന് പറഞ്ഞാൽ 500 വെച്ച് വെല്ലപ്പിളൊക്കെ അയച്ച് 4000 രൂപ. അത് പിന്നെ തിരിച്ചു കൊടുത്ത പ്രശ്നം തിരിച്ചു ഞാൻ കൊടുക്കും. കോടതിപരമായിട്ട് പോയി ചെയ്താൽ തിരിച്ചു കൊടുക്കും. അല്ലാണ്ട് വെറുതെ ഭാഗത്ത് പറഞ്ഞാൽ ഞാൻ തിരിച്ചു കൊടുക്കൂല. അത് നമുക്ക് ഇപ്പൊ പൈസ ഇല്ലല്ലോ കറക്റ്റായിട്ട്. എനിക്കിപ്പോൾ എൻ്റെ ആയിട്ടുള്ള എക്സ്പെൻസ് ആയിട്ട് 3000-4000 രൂപയൊക്കെ ഒരു ദിവസം കിട്ടുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഒന്നും കിട്ടാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫ് തന്നെ ഡേഞ്ചറാണ്. കാരണം എൻ്റെ അമ്മയുടെ കാര്യം തന്നെ പറയാം. എൻ്റെ അമ്മയ്ക്ക് 25 ലക്ഷത്തിന് മേളിൽ കടമുണ്ട്. അപ്പം അത് കാരണം വരെ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പം ഇന്ന് തന്നെ ഒരു പ്രോഗ്രാമൊക്കെ പിടിച്ച് പോകേണ്ടത് എന്തുകൊണ്ടാണെന്നറിയോ? ചോദിച്ചോ എന്തുകൊണ്ടാണ്? അതുപോലെ വീട്ടിലിരിക്കുമ്പോഴും എനിക്ക് വേണമെങ്കിൽ OTT ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം സിനിമ പേര് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. ഈ ബോഗൻവില്ല ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജർബൻ ബോൾഗോട്ട് ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പാളയം എന്ന് പറഞ്ഞ പടം. അപ്പോൾ ആ പടങ്ങൾ കൽബെന്ന് പടം ഇറങ്ങിയിട്ടുണ്ട് OTT. അപ്പോൾ അതൊക്കെ കാണാനുള്ള സമയം കിട്ടണം. ഇനിയിപ്പോൾ രാത്രിയിൽ ഇനിയിപ്പോൾ ഉറങ്ങാണ്ട് കാണേണ്ടി തോന്നുന്നു. കാരണം പകല് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ലെന്ന്. കാരണം മറ്റേ ഈ EMI എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ വന്ന് നമ്മളോട് ചോദിക്കണേ പൈസ. കാരണം ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ ജാമ്യം നിന്ന് പറഞ്ഞ് ഇവിടെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ജാമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പൈസ ഒക്കെ എടുത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഒരു ബിരിയാണി മാത്രമേ ഇട്ടിട്ടുണ്ടാവുള്ളൂ. എനിക്കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായിട്ടില്ലല്ലോ. കാരണം കൂടുതൽ ക്യാഷ് എടുത്ത ആളോടല്ലേ ചോദിക്കേണ്ടത്. മനസ്സിലായി? എൻ്റെ അമ്മ ആനി പെരേരോട് എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ ആനി പെരേര അടക്കാൻ ബാധ്യതയായിരിക്കണം. ഇപ്പോൾ നാളെ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ വിഷമര നിങ്ങൾക്കത് പറയുമ്പോൾ ഒരു ബോഡി ഷേമിങ് അല്ലെങ്കിൽ അതൊരു വേറൊരു ചിന്തയിലേക്ക് പോകും. കാരണം ഞാൻ പറയേണ്ടതെ പറ്റി പറയണമല്ലോ. ഇപ്പം നാളെ എൻ്റെ അമ്മ സഹനപരമായിട്ട് മരണപ്പെട്ടു എന്ന് ഓർത്തോ, ചിന്തിക്കുക. ഇപ്പോൾ ഇത് ഇത്രയും പൈസ എനിക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ചേട്ടനാണെങ്കിൽ ചേട്ടൻ ആ സ്ഥാനത്ത് നിന്നും ഓർക്ക് അലേക്ക് ചേട്ടൻ അടക്കാൻ പറ്റുമോ എന്ന് പറയും. സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള അടയ്ക്കണ്ടേ, കുടുംബത്തിലുള്ള മകനല്ലേ അടയ്ക്കണ്ടേ? ചേട്ടാ ഞാൻ പറഞ്ഞേക്ക്, ഒരു നമുക്കൊരു അതിനനുസരിച്ചുള്ള 1 lakh എങ്കിലും വരുമാനം ഉണ്ടെങ്കിലല്ലേ അത് EMI ഒക്കെ അടഞ്ഞു പോകുള്ളൂ. അല്ല, ജോലി അടിക്കേണ്ടത് നീയല്ലേ? ഞാൻ സിനിമ ഫീൽഡിലായതുകൊണ്ട് എനിക്ക് വലിയൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും വലിയൊരു സിനിമയിലുള്ള ഒരുപാട് ആളുകൾ വേറെ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് സിനിമയിൽ നിൽക്കുന്നത്. കാരണം എനിക്ക് സ്വന്തം അമ്മയുടെ കടങ്ങൾ തീർക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം അമ്മ വേറെ അമ്മ സ്വന്തം കാര്യത്തിലെടുത്ത പൈസകളാണ് ഓരോ കാര്യത്തിനും അനിത്യത്തിനൊക്കെ എടുത്ത് എനിക്ക് വേണ്ടിയായിട്ടുള്ള ലോണും കാര്യങ്ങളല്ല. ഇപ്പൊ എനിക്കെങ്കിലും നിന്റെ കുടുംബത്തിലുള്ള ആളല്ലേ, നിന്റെ അമ്മയല്ലേ? എനിക്കൊരു 8000 രൂപ ലൈസൻസ് എടുക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. അത് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ലൈസൻസ് എടുക്കാൻ വേണ്ടി തന്ന പൈസ നിനക്ക് നിന്റെ അമ്മേനെ ഇഷ്ടമല്ലേ? അമ്മേനെ ഇഷ്ടമല്ലെന്നല്ല പറഞ്ഞു. അമ്മയുടെ ചില ഈ ലോൺ എടുക്കുന്ന പരിപാടികളിൽ ഇതിനൊന്നും താല്പര്യമില്ല. ലോൺ എടുത്തത് ചിലപ്പോൾ നിന്റെ കുടുംബത്തിന് എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കില്ലേ? കാരണം ഇപ്പൊ ലോൺ എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് സ്കൂട്ടർ ഉണ്ടായിരുന്നു. സ്കൂട്ടർ ഇപ്പൊ സർവീസ് സ്റ്റേഷനിൽ നിന്ന് നിർത്തിട്ടില്ല. ഇപ്പൊ ബസ്സിലെ യാത്രയാണ്. ഇപ്പൊ അത് മറ്റേ കയ്യിലൊക്കെ ആക്സിഡന്റ് ആയി. പക്ഷെ അത് അടുത്ത ദിവസം കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അത് കഴിയുമ്പോൾ അത് എന്തായാലും പുറത്തിറക്കും. എന്താ വെച്ചാൽ ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരാൾ തല്ലാൻ വന്നു. ഒരു പുള്ളി EMI-കാരൻ തല്ലാൻ വന്നു. ഞാൻ തെറി വിളിച്ച് ഒന്നും ചെയ്യാൻ, വെറുതെ തലിയല്ല, ഞാൻ തെറി വിളിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ചേട്ടാണെങ്കിലും വെറുതെ തെറി വിളിക്കും? ഇല്ലില്ല. കാരണം എന്നെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലുള്ളൊരു ഡയലോഗ്സ് ഇട്ടു. കാരണം നീ ഇവിടെ പോണ്ടാ, അമ്മയോടെ പൈസ കൂടെ
നമുക്ക് ചോദിച്ചു ഭയങ്കര തട്ടിക്കയറൽ. എനിക്ക് ആ തട്ടിക്കയറൽ ഇഷ്ടമല്ല. ഞാൻ ഈ കോമിക് പരമായിട്ട് പല കാര്യങ്ങളും യൂട്യൂബിലും ഈ സിനിമാ തിയേറ്ററിലും സിനിമ സ്ക്രീനിൽ പ്രസൻസിൽ ഞാൻ കാണിക്കാറുണ്ട്. ബാഡ് ബോയ്സിലേക്ക് കാണിക്കും കോമിക്ക്. പക്ഷേ അത് പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ ഞാൻ വെറും പക്കാലമ്പ. ഇപ്പം മമ്മൂക്കേൻ്റെ ഒരു പടം ഉണ്ടല്ലോ, നമ്മുടെ ഷൈലോക്കിലെ കഥാപാത്രത്തിനേക്കാളും അലമ്പ എന്ന് പറഞ്ഞാൽ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടിക്കാൻ റിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പം നാട്ടുകാർ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചോരക്കളി നടന്നാണ്. അതായത് എന്നെ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് നൊന്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചും റിയാക്ട് ചെയ്യും. ചേട്ടനാണെങ്കിലും ഒരാൾ വെറുതെ കയറി ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യൂല. എത്ര വർഷം കൊണ്ടുകൊണ്ടിരിക്കും? ഇല്ല, നമ്മളെന്തായാലും തിരിച്ചു കൊടുക്കൂലോ. കൊല്ലല്ല, അതുപോലെ തന്നെ എനിക്ക് ഇപ്പം എൻ്റെ നാട്ടുകാർ ഇടക്കുവെച്ച ആൾക്കാർ പറഞ്ഞത് എൻ്റെ ഭാഗത്താ തെറ്റെന്നാ പറഞ്ഞു. മനസ്സിലായ? അപ്പം ഞാൻ ബൈക്ക് കൂടി ഇതുപോലെ തന്നെ പാസ് ചെയ്യുന്ന സമയത്ത് മറ്റേ ഈ EMI എന്ന് പറഞ്ഞ ആൾക്കാർ വന്ന് നമ്മുടെ വീട്ടിൽ ചോദിച്ചുകൊണ്ടല്ലേ പ്രശ്നം. കാരണം അപ്പം നമുക്ക് കൊള്ളാം. അപ്പോൾ അത് വേറെ കാര്യം പറയുന്നത് അത് ഓക്കെ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ അത് ഞാൻ കൺട്രോൾ ചെയ്തേ പോവുള്ളൂ. കാരണം നമ്മൾക്ക് ഓരോരോ കാര്യം ഓക്കെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി വീട്ടിൽ നിൽക്കുന്ന പരിപാടിയില്ല. കാരണം എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ പുറത്തേക്ക് പള്ളിയിൽ പോയിരിക്കുന്നത് നല്ലത്. അല്ല, എപ്പോഴും ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നോട് ഒരു ഇഷ്ടം തോന്നിയിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് മമ്മൂക്കയെ ആരാധിക്കാം, ലാലേട്ടനെ ആരാധിക്കാം, ദിലീപേട്ടനെ ആരാധിക്കാം, അല്ലേ? ആരാധിക്കാം. ഇപ്പോൾ നമുക്ക് പല ആങ്കർമാർക്കും നമ്മോട് സ്നേഹം ഉണ്ടായിരുന്നു. പല ആങ്കർമാർക്ക് ഇതല്ലട്ടാ. അപ്പോൾ പല ആങ്കർമാർക്ക് എന്നോട് ചിലപ്പോൾ ചിരിക്കുന്നുണ്ടാവും ചില സമയത്തൊക്കെ. കളിയാക്കി ചിരിച്ചാണ്. അപ്പോൾ ആ കളിയാക്കി ചിരിക്കുന്നത് വേറെ അർത്ഥത്തിലായിരിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളത് നമുക്ക് പല പ്രപ്പോസലും വരുന്നുണ്ട്. അപ്പോൾ ഏത് തീരുമാനിക്കണം? ഒരാളായിട്ടുണ്ട് ജെനുവിനായിട്ടായിട്ടുണ്ട്. കല്യാണം ജൂലൈ 4-ാം തീയതി. കാരണം എനിക്ക് ജൂലൈ 4 എന്ന സിനിമ ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. അപ്പൊ ജൂലൈ 4 ഡേറ്റ് എനിക്ക് ജൂലൈ 4. അതല്ല, ഇത് വേറെ ഒരു നല്ലൊരു ഡേറ്റ് ആയതുകൊണ്ട് ആ പേരെനിക്ക് ഭയങ്കര ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും റിയനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ റിയന്റെ കാമുകി ആണെന്ന് വെച്ചാൽ അല്ല. നമ്മളൊരു റീൽസിന് ചെയ്യിപ്പിച്ചു, ഒരു ഷോർട്ട് ഫിലിം അഭിനയിപ്പിച്ചു, ആരെയും കിട്ടാത്തതുകൊണ്ട്. ഒരു 38 വയസ്സ് കഴിഞ്ഞ സ്ത്രീയെ, അതായത് 40-40 അപ്പോൾ അങ്ങനെ ഒരു അഭിനയിച്ചു എന്ന് പറഞ്ഞ് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം അവള് പറയണ പോലെ അവർ പറഞ്ഞല്ലോ, ഞാൻ ശാരീരികമായിട്ട് ഉപയോഗിച്ചു എന്നൊക്കെ പറയണല്ലോ. അപ്പോൾ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവളെ സംഭവമില്ലാതെ നടക്കൂലല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ പരസ്പരം സംഭവത്തിൽ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും കല്യാണത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? നടന്നിട്ടില്ല. പക്ഷേ അഥവാ സംഭവിച്ച് പോയാലും കാരണം ഇത് സുപ്രീം കോടതിയിലേക്ക് പോകണം. കാരണം ശരിയാവില്ല, കേസ് കൊടുക്കും. രണ്ടിലും കേസ് കൊടുക്കണം. കാരണം അത് ശരിയാവില്ല. കാരണം അത് നമ്മളെ പറ്റി ഹറാസ്മെന്റ് ചെയ്യണേ. എന്തായാലും ED റിലീസ് ചെയ്യുന്ന മുന്നേ ഞാൻ സ്റ്റേഷനിൽ പോകുന്നുണ്ട്. എൻ്റെ ഒരു ഏരിയയിൽ ഞാൻ പറയാൻ കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ ഒരു എലക്കൊച്ചിയാണല്ലോ എൻ്റെ സ്ഥലം. അപ്പോൾ നമ്മുടെ ഇവിടെ നടക്കിയ സ്റ്റേഷനിൽ ഞാൻ പറയാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിയമപരമായിട്ട് പോകണേ. കാരണം ബ്രൈറ്റ് ആണ് ഇതിനെല്ലാം പണി വെച്ചത്. മനസ്സിലായി? ബ്രൈറ്റ് കൊണ്ടുവന്നൊരു ഷോർട്ട് ഫിലിം ചെയ്യിപ്പിച്ചു. അത് എനിക്ക് മറ്റുള്ളൊരു ഓഫേഴ്സ് കിട്ടുന്നിടത്താണ് ചെയ്യിപ്പിച്ചത്. നാളെ വലിയ വലിയ നായികമാരൊക്കെ അഭിനയിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അതൊന്നും കുഴപ്പമില്ല. കാരണം എൻ്റെ കൂടെ ഈ ദിവസം നിമിഷ ബിജോ റീലിൽ അഭിനയിച്ചു. റീലിൽ ഒന്ന് ഡാൻസ് ചെയ്തു. അതൊക്കെ മതി നമുക്കൊരു സന്തോഷിക്കാനായിട്ട്. അല്ലാണ്ട് നമുക്ക് എപ്പോഴും മറ്റേ സിനിമയെ തന്നെ ചെയ്യണമെന്നില്ലല്ലോ. ഇപ്പോൾ ഒരുപാട് വെള്ളിയാഴ്ച ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ശ്രദ്ധിച്ചെങ്കിൽ നമ്മളൊരു ഭാഗ്യം പോലെ ഇരിക്കും. ഭാഗ്യമായും തോന്നി. അപ്പോൾ റിയനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ റിയ നമ്മളുടെ കാമുകി അല്ലെന്ന് തുറന്ന് പറയുന്നു. റിയ ഈ റീൽസിൽ എൻ്റെ ഫോട്ടോ ഇടുന്നത് പരമ ചെറ്റത്തരമാണ്, പോക്കിത്തരമാണ്. കാരണം ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ഇമേജ് കോൺഷ്യസ് ഉള്ള ആളാന്ന് തന്നെ ഇപ്പം പറയാം. കാരണം പണ്ട് അങ്ങനത്തെ ഒരു കോൺഷ്യസ് ഇല്ലായിരുന്നു. കാരണം ഞാൻ അലിൻ ജോസ് പെരേര എന്ന വ്യക്തിക്ക് വിലയില്ലാത്ത പോലെ പണ്ട് തോന്നിയത്. പക്ഷെ ഇപ്പം എനിക്ക് ഡിമാൻഡ് ഉണ്ട്, അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ട്, കാര്യങ്ങളുണ്ട്, അത്യാവശ്യം പ്രോഗ്രാമും ഉണ്ട്, അത്യാവശ്യം സിനിമയുണ്ട്, ഷോർട്ട് ഫിലിം ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ പെണ്ണുങ്ങളും പെൺസുഹൃത്തുക്കളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയ, നീ മേല എന്നെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ഒരു ഫോട്ടോ ഇട്ടുകൊണ്ട് എന്തായാലും ഞാൻ സ്റ്റേഷനിൽ പോകുന്നുണ്ട്. രണ്ടാമതാണ് ഇട്ടേക്കണത്. ഇനി ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതും നേരെ വേറെ രീതിയിലുള്ള കേസ് ഞാൻ കൊടുക്കും. കാരണം എൻ്റെ ഒരു പേര് കരിവാരി തേക്കാൻ റിയ ശ്രമിക്കേണ്ടത് നടക്കില്ല. അലിൻ ജോസ് പെരേര എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ കോമിക്കായിട്ട് കാണിച്ചിരിക്കും. അത് പണ്ട് നമ്മുടെ
ചാർലി ചാപ്ലിൻ അറിയോ? അറിയാം ആരാവ്? നടൻ. ആ, പുള്ളി പല സിനിമകളിലും എന്തൊക്കെ കാണിച്ചിരിക്കുന്നു? കോമാളിത്തരങ്ങളാണ് കാണിക്കുന്നത്. കോമാളിത്തരം കാണിച്ച് ഇത് കോമഡി. അതന്നെ, അതിനെ ആൾക്കാർ ചിരിച്ചെങ്കിൽ നമ്മൾ കാണിക്കുന്ന കാട്ടായത്തെ ആൾക്കാർ കോമാളിത്തരം എന്ന് പറയണത് ന്യൂ ജനറേഷൻ ചാർലി ചാപ്ലിനാണ് അലിൻ ജോസ് പെരേര. ഞാൻ അങ്ങനെ പറയുന്നില്ല. ഞാൻ എപ്പോഴും കാണിക്കുന്ന കോമാളിത്തരമല്ലോ. ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്നു, അതെല്ലാം കോമാളിത്തരമായിട്ടല്ല, കാര്യങ്ങൾ പറയണല്ലേ. അപ്പൊ കാര്യങ്ങൾ പറയുമ്പോൾ പലർക്കും എന്നോട് ദേഷ്യം ഉണ്ടാകാം. ഇപ്പൊ എനിക്ക് പല നടന്മാരോടും പരിചയമുണ്ട്, അടുപ്പമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും ഈ റിയാനെ സജസ്റ്റ് ചെയ്തിട്ടില്ല. ആദ്യത്തെ സജസ്റ്റ് ചെയ്യാന്നൊക്കെ ഓർത്തായിരുന്നു. പിന്നെ ഇവിടെ സ്വഭാവം മനസ്സിലായപ്പോൾ വേണ്ടാന്ന് വെച്ചിരുന്നു. കാരണം ഒരുപാട് നായകന്മാരോട് റീൽസിൽ അഭിനയിച്ചു പുതിയ നായകന്മാർ. പക്ഷെ അവരെയൊന്നും ഞാൻ കൈപിടിച്ച് കേട്ടാത്തത് എന്താണ് സിനിമ, എന്താണ് സീരിയൽ, പിന്നെ അവരെ കൈപിടിച്ച് കയറ്റിയോണ്ട് എനിക്ക് ഗുണമില്ലാത്തതുകൊണ്ട് നമ്മൾ അവരുടെ ലൈനിൽ പോകണമെന്നില്ല. കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു മേഖലയുണ്ട്, എൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. കാരണം ഇനിയും ഒരുപാട് ഷോർട്ട് ഫിലിമുകളിൽ പുതിയ അപ്കമിങ് നായികമാർ വരുന്നുണ്ട് ഫോറിനിൽ നിന്നും. കാരണം എനിക്ക് വലിയ പേയ്മെൻ്റ് ഒന്നുമില്ലല്ലോ, ഒരു ചെറിയൊരു പേയ്മെൻറ്റ്, മനസ്സിലായി. അപ്പോൾ ഇപ്പോഴത്തെ ബോളിവുഡിൽ നിന്ന് നായികമാർക്ക് ഒരു 5 ലക്ഷം 10 ലക്ഷം ഒക്കെ പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇനി എന്തായാലും റിയ, നീ ഇനി എൻ്റെ പേരിൽ ഫോട്ടോ ഇട്ട് ഞാൻ വേറെ രീതിയിൽ കളിക്ക് ഞാൻ പ്രതികരിക്കും. നീ ധൈര്യം തിയേറ്ററിലേക്ക് വാ, വനിതാ തിയേറ്ററിലേക്ക് വാ. കാരണം ഒന്നിച്ച് പൊളിക്കും ഞാൻ, മനസ്സിലായ? കാരണം കേസ് എടുത്താലും കുഴപ്പമില്ല. കാരണം ഇനി എൻ്റെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ആ പബ്ലിക് പ്ലേസ് ചെയ്യാൻ നോക്കില്ല. ഈ സെലിബ്രിറ്റി ഇമേജ് അങ്ങോട്ട് മാറ്റി വെക്കും, മനസ്സിലായ? അങ്ങനെ ഫോട്ടോ എടുക്കും. സെലിബ്രിറ്റി ഇമേജ് എന്ന് പറയുന്നതാണല്ലോ ഈ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. ഞാൻ അടിക്കുമ്പോഴേ, കാരണം എനിക്കത് പേടിയില്ല. കാരണം ഇനിയും ഞാനത് പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ മണ്ടറായി പോകും. ഞാൻ അത്ര മണ്ടറൊന്നും അല്ല. ശരി, അപ്പം നീ കോടതി കാണാം, സുപ്രീം കോടതി.